ഹലോ, ഇത് നമ്മളൊരു കാറ്റ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെ മൈലോ കൂട്ടൻ ഇവിടെ വരുന്നതിന് മുന്നേ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ മേടിച്ചത് അവന് വേണ്ടി, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാ മൈലോ കൂട്ടൻ ഇതാ ഇവിടെ ഇങ്ങനെ ഒളിച്ച് ഇരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ മൈലോനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മളെ ബേബി കാറ്റാണ്, നമ്മളെ വീട്ടിലെ ഏക ബേബിയാണ് മൈലോ. നല്ല ആക്റ്റീവ് മോഡാണ്. ഇപ്പം നല്ലോണം കളിക്കേണ്ടതൊക്കെ ഒരു ടൈമാണ്. പക്ഷേ അവന് ഈ വീഡിയോ എടുക്കുന്നതും മുഖത്തേക്ക് ക്യാമറ കൊണ്ടുപോകുന്നതൊന്നും വലിയ ഇഷ്ടമല്ല. പക്ഷെ എന്നാലും നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ കൊട്ടയിൽ കിടക്കുകയാണ്. മൈലോ ഒരു ഇൻഡോർ കാറ്റാണ്, അതുകൊണ്ട് നമ്മൾ അധികം പുറത്തേക്കൊന്നും ഇവനെ കൊണ്ടുപോകാറില്ല. പുറത്തേക്ക് കൊണ്ടുപോകാറേ ഇല്ല. വെറ്റിൻ്റെ അടുത്തേക്കോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മാത്രമേ അവനെ കൊണ്ടുപോകാറുള്ളൂ. നമ്മളെ വീട്ടിൽ അവന് ഒരു സ്പേസ് ഉണ്ട്, മൈലോസ് കോർണർ. അവിടെ അവൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. അതായത് അവൻ്റെ ബെഡും അവൻ്റെ കാറ്ററിയും കളിക്കേണ്ട സാധനങ്ങളും. ഇത് പിന്നെ അവൻ്റെ വാട്ടർ ഫൗണ്ടൻ ആണ്. ഇതിൽ നിന്ന് മാത്രമേ അവൻ വെള്ളം കുടിക്കാറുള്ളൂ. കോർണറിൽ പിന്നെ ലിറ്റർ ബോക്സും വെച്ചു. അപ്പോൾ ഇതാണ് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലുള്ള മൈലോൻ്റെ കോർണർ. ബാക്കിയുള്ളവൻ്റെ സാധനങ്ങളൊക്കെ പെറ്റ് ഫുഡും കാര്യങ്ങളും ഒക്കെ സ്റ്റോറേജ് റൂമിലാണ് വെച്ചത്. അതെല്ലാം ഈ വീഡിയോയിൽ കാണിച്ചു തരാം. നമ്മൾ മേടിച്ചത് വിസ്കസിൻ്റെ ഫുഡാണ്. ചെറിയ പാക്കറ്റ് നമ്മൾ മേടിക്കാറുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവന് ഇഷ്ടപ്പെടില്ല. കുറച്ച് കഴിഞ്ഞാൽ നമുക്കും ഒരേ ഫുഡ് കുറേ കാലം കഴിക്കുമ്പോൾ നമുക്ക് ബോറടിക്കില്ലേ. അതുകൊണ്ട് നമ്മൾ മാറ്റി മാറ്റി ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉള്ളത് വിസ്കസിൻ്റെതാണ് ഉള്ളത്. നീ മതി കഴിച്ചത്. എന്തൊരു കുഞ്ഞാണ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഈ ടെംപ്റ്റേഷൻസിൻ്റെ പല ഫ്ലേവേഴ്സ് കിട്ടുമല്ലോ. നമ്മളെ അടുത്ത് ഇപ്പോൾ ഉള്ളത് ട്യൂണ ഫ്ലേവർ ഉണ്ട്, അതേപോലെ ബീഫിൻ്റെ ഫ്ലേവർ ഉണ്ട്, പിന്നെ സീ ഫുഡ് ഫ്ലേവർ ഉണ്ട്. ഇതിൻ്റെ ഒച്ച കേട്ടാൽ തന്നെ അവൻ ഓടി വരും. ഈ കവറിൻ്റെ ഒച്ച കേട്ടാൽ തന്നെ അവൻ എവിടെയാണെങ്കിലും ഓടിയെത്തും. അപ്പോൾ അത്ര ഇഷ്ടമുള്ളതാണ്. പക്ഷേ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഒരു 4 എണ്ണൊക്കെ അങ്ങനെ ചെറുതായിട്ടേ കൊടുക്കാറുള്ളൂ. ഇതും ഡ്രൈ ഫുഡ് തന്നെയാണ്. പിന്നെ ഉള്ളത് വെറ്റ് ഫുഡ്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനത്തെ ചെറിയ ടിന്ന് മേടിക്കാറുണ്ട്. പക്ഷേ അത് അത്ര ഒരു നല്ല കാര്യമല്ല എന്നാണ് ചിലവർ പറയാറ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പല്ല് കേട് വരാനും ഒക്കെ ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട്. എന്താ വെച്ചാൽ പല്ല് നമ്മൾ തേപ്പിക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും അത് അത്ര സമ്മതിക്കാറില്ല നമ്മളെ. അതിന് കുഞ്ഞൊരു ബ്രഷൊക്കെ ഉണ്ട്, പക്ഷേ അത് അത്ര സമ്മതിക്കാത്തത് കൊണ്ട് നമ്മൾ ഡ്രൈ ഫുഡ് തന്നെയാണ് മാക്സിമം കൊടുക്കുക. പക്ഷേ ഈ മൈലോന് ഈ ഡ്രൈ ഫുഡ് തന്നെയാണ് കൂടുതൽ ഇഷ്ടം. ചില കാറ്റ്സിനൊക്കെ വെറ്റ് ഫുഡ് കൂടുതൽ ഇഷ്ടമുള്ള. അപ്പം അങ്ങനെ സജസ്റ്റ് ചെയ്തതാണ് എൻ്റെ കുറച്ച് കൊളീഗ്സൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വെറ്റ് ഫുഡ് മേടിച്ചത്. ഇത് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 1/4 ഒക്കെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ടേ കൊടുക്കാറുള്ളൂ. അത് വൺസിനിടെ ഒരു 1/4 ഡൈല്യൂട്ട് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. സെക്കൻഡ്ലി നമ്മൾ മേടിച്ച കാര്യമാണ് ഇവനുള്ള ലിറ്റർ. ക്ലംപ് ആൻഡ് സീലിൻ്റെ ലിറ്ററാണ് നമ്മൾ മേടിച്ചത്. കംപ്ലീറ്റ് ഓർഡർ സീലിംഗ് ലിറ്റർ തന്നെ വേണം, ഇല്ലെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും. ഇതേ കമ്പനി വേണമെന്ന് പറയുന്നില്ല, പക്ഷേ ഓർഡർ സീലിംഗ് ലിറ്റർ തന്നെ വേണം. അതേപോലെ ഡസ്റ്റി ആവരുത്. വേറെ കുറേ ബ്രാൻഡ്സ് ഉണ്ട്, അതിൽ ഏത് വേണമെങ്കിലും ലിറ്റർ മേടിക്കാം. പക്ഷേ ഞങ്ങൾക്ക് ഇത് എക്കണോമിക്കലായിട്ട് തോന്നിയതുകൊണ്ട് ഇത് വാങ്ങുന്നേ ഉള്ളൂ. ഞാൻ കോരി വെച്ചിട്ടാണ് ആ ലിറ്റർ ബോക്സിൽ നിന്ന് എടുക്കാറ്. ഒരു കോരി വലിയ കോരി ഉള്ളതും ഒന്ന് ചെറുത്, ഇങ്ങനെ അതിൻ്റെ അപ്പി മാറ്റാനുള്ള കോരിയാണ്, അരിപ്പ പോലെ. ഫസ്റ്റ് നമ്മൾ ഒരു ലിറ്റർ ബോക്സിലിടേണ്ട പൗഡർ മേടിച്ചപ്പം ഭയങ്കര സ്മെല്ലി ആയിരുന്നു അത്. ഈവൻ എപ്പോൾ ടോയ്ലറ്റിൽ പോയാലും വീട് ഫുള്ള് മണക്കുന്നൊരു കണ്ടീഷനായിരുന്നു ആദ്യത്തേത്. നമുക്കറിയില്ലായിരുന്നു ഏത് ബ്രാൻഡ് വേണമെന്നുള്ളത്. ഇപ്പം ക്ലംപ് ആൻഡ് സീലിൻ്റെ തന്നെയാണ് മേടിക്കാറ്. അങ്ങനെ ഉള്ള ആദ്യത്തെ ടൈമിൽ നമ്മളൊരു ഡിയോഡ്രൻറ്റ് ക്രിസ്റ്റൽസ് ഉണ്ട്. അത് ഈ ബോക്സിൽ തന്നെ ഇതിൻ്റെ പൗഡർ കൂടെ തന്നെ കുറച്ച് ഇട്ടാൽ മതി. ലിറ്റർ ബോക്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആൾ ഇരിക്കുന്നുണ്ട്. അപ്പം ലിറ്റർ ബോക്സ് നമ്മൾ ഒരു കവേർഡ് ലിറ്റർ ബോക്സാണ് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ചാൽ
നല്ല സ്മെല്ലായിരിക്കും ഇവൻ അപ്പിയിട്ട് കഴിഞ്ഞാൽ. അപ്പം ലിഡറുള്ളതാണെങ്കിൽ അവൻ ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്താൽ മതി, അതിൽ ചാടി ഇരുന്നോളും. ടോയ്ലറ്റിൽ പോയിട്ട് പുറത്തേക്ക് തന്നെ വന്നോളും. ഇതാണ് ലിറ്റർ പൗഡർ. ഇങ്ങനെ ഇട്ടാൽ മതി. അതിനുള്ള അളവ് അതിൽ തന്നെ ഈ ലിറ്റർ ബോക്സിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ക്ലോസ്ഡ് ആണെച്ചാൽ സ്മെല്ല് തീരെയില്ല. നമ്മളിപ്പോൾ ഈ ലിവിങ് റൂമിലായതുകൊണ്ട് വെച്ചത്, അതുകൊണ്ട് നമ്മൾ എപ്പോഴും ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഇത് കോർണറിൽ വെച്ചു എന്നേ ഉള്ളൂ. ഈ ബാസ്ക്കറ്റ് നമ്മളെ ഫ്രണ്ട്സ് ഇവന് ആദ്യമായിട്ട് കാണാൻ വന്നപ്പം കൊടുത്തതാണ്. ഇവന് ഭയങ്കര ഇഷ്ടമാണ്, ഇവൻ ഇതിൽ കിടന്ന് കളിക്കാറൊക്കെ ഉണ്ട്. ഇത് അവൻ്റെ ബെഡാണ്. ഇവൻ ഇവിടെ വീട്ടിൽ വരുന്നതിന് മുന്നേ വാങ്ങിയതാണ്. ഈ ബെഡും പുതപ്പും ഇവന് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കംഫർട്ടബിളായി ഉറങ്ങുന്നത് കാണാം. ഈ ടോയ്സും അവൻ്റെ ഫേവറേറ്റ് ടോയ്സാണ്. ഇതിൽ പച്ച കളറുള്ള ആ ടോയ് നമ്മളെ വേറൊരു ഫ്രണ്ട്സ് അവന് ഗിഫ്റ്റ് ചെയ്തതാണ്. ലേസറും അവൻ്റെ ഫേവറേറ്റ് ആണ്. ഇതൊക്കെയാണ് ഇവൻ്റെ മെയിൻ സാധനങ്ങൾ. എനിക്ക് തോന്നുന്നു ഫുഡും ഈ ലിറ്റർ ബോക്സ് റിലേറ്റഡ് ഐറ്റംസുമാണ് ഏറ്റവും വേണ്ടത് ഫസ്റ്റായിട്ട്. പിന്നെ വേണ്ടത് ഈ ഒരു സ്ക്രാച്ചിങ് പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഈ സ്ക്രാച്ചിങ് പോസ്റ്റ് മസ്റ്റാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ പൂച്ചകളും ഈ നമ്മളെ കാർപ്പറ്റും ഫേർണിച്ചേഴ്സും ഒക്കെ സ്ക്രാച്ച് ചെയ്യും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈലോ വരുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു കാറ്റ് ട്രീ തന്നെയാണ് മേടിച്ചത്. അതിൽ സ്ക്രാച്ചിങ് പോസ്റ്റും ഉള്ളതായിരുന്നു. അതുകൊണ്ട് അതിൽ കാണിച്ചു കൊടുത്തപ്പോൾ അതിൽ തന്നെയാണ് മാന്തുന്നത്. അപ്പോൾ നമ്മുടെ ഫേർണിച്ചർ ആയാലും കാർപ്പറ്റ് ആയാലും വേറെ എന്താണെങ്കിലും അത് മാന്താതെ നമുക്ക് നിർത്താൻ പറ്റും. അതുകൊണ്ട് അതൊരു മസ്റ്റ് കാര്യമാണ് സ്ക്രാച്ചിങ് പോസ്റ്റ്. പിന്നെ കാറ്റ് ട്രീ തന്നെ മേടിച്ചാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ കാറ്റ്സിന് ജമ്പ് ചെയ്യാനും ക്ലൈംബ് ചെയ്യാനും അങ്ങനെ കളിക്കാനും ഒക്കെ ഉള്ളൊരു സാധനമാവും ആ കാറ്റ് ട്രീ. അടുത്തത് ഹെയർ ബ്രഷ് മസ്റ്റാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാറ്റ്സ് ഭയങ്കരമായിട്ട് ഹെയർ ഷെഡ് ചെയ്യും. ആ ടൈമിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു 2 a day നമ്മൾ രാവിലെയും രാത്രിയാണെങ്കിലും നമുക്ക് കംഫർട്ടബിൾ ഉള്ള ഏതെങ്കിലും ഒരു ടൈമിൽ ഹെയർ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ ഷെഡിങ് ഒഴിവാക്കാം. നമുക്ക് തന്നെ ഈ ബ്രഷിൽ തന്നെ കുറേ ഹെയർ പോയിക്കോളും. ഒരു കാര്യം മറന്നുപോയി, അവൻ്റെ നെയിൽ കട്ടർ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ് നെയിൽ കട്ട് ചെയ്യാൻ. പിന്നെ അവൻ അത്ര അറ്റാക്കിംഗ് ഉള്ള പരിപാടിയൊന്നും ഇല്ല. പിന്നെ പാവമാണ്. പിന്നെ വെറുതെ ഈ നെയിൽ കട്ടർ കൊണ്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളിതുവരെ ചെയ്തിട്ടില്ല. ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ നമ്മളിത് മേടിച്ചു, അത്രയേ ഉള്ളൂ. ഇത്രയും സാധനങ്ങളൊക്കെ നമ്മളൊരു കാറ്റിനെ അഡോപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റിനും നമുക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ശരി, ടാറ്റാ, ബൈ ബൈ.